ഇങ്ക്സ്കേപ്പിൽ ലഭ്യമായിട്ടുള്ള മറ്റൊരു സങ്കേതമാണ് ഫില്ലും സ്ട്രോക്കും. ഫില്ലും സ്ട്രോക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ആ മെനു ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇപ്പോ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു വൃത്തം വരയ്ക്കുക. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ലഭ്യമായിരിക്കുന്ന ടാബുകളും അവയിൽ ലഭ്യമായിരിക്കുന്ന സങ്കേതങ്ങളും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ഓപ്ഷൻ നോ പെയിന്റ് ആണ്, അതായത് ഒരു ഫില്ലും ലഭ്യമല്ലാത്ത രീതിയിൽ ആ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ല് ഒഴിവാക്കപ്പെടുന്നു. തൊട്ടടുത്ത് ഫ്ലാറ്റ് കളറാണ്, അതിൽ നിന്ന് നമുക്ക് നിറം സെലക്ട് ചെയ്യാവുന്ന സങ്കേതവും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത് ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ ഗ്രേഡിയന്റ്, ഇപ്രകാരം നിരവധി മെനു അതിൽ ലഭ്യമാണ്. സ്ട്രോക്ക് പെയിന്റിലും ഇതുപോലെ തന്നെ ആ ഫില്ലിൽ ലഭ്യമായിട്ടുള്ള സങ്കേതങ്ങളുണ്ട്. അതിലെ ഒരു സ്ട്രോക്ക് നൽകാനായി ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു സ്ട്രോക്ക്, ഒരു ചെറിയ കറുത്ത വര ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്ട്രോക്ക് സ്റ്റൈൽ ടാബിലെ വിഡ്ത്ത് എന്ന ഭാഗത്ത് വിഡ്ത്ത് കൂട്ടി നൽകുന്നതിനനുസരിച്ച് സ്ട്രോക്കിന്റെ വലിപ്പം കൂടുന്നത് നമുക്ക് ദൃശ്യമാകും. സ്ട്രോക്ക് ഒരു 10ലേക്ക് എത്തിച്ചാൽ ഉള്ളിൽ ചുവന്ന നിറവും അരികുകളിലായി ഒരു കറുത്ത നിറവും ലഭ്യമാണ്. ഈ ഉള്ളിൽ കാണുന്ന ചുവന്ന നിറത്തിനെ ഫില്ലെന്നും അരികുകളിൽ കാണുന്ന കറുത്ത നിറത്തിന് സ്ട്രോക്ക് എന്നുമാണ് പേര്. സ്ട്രോക്കിന്റെ നിറം വ്യത്യാസപ്പെടുത്താനും സങ്കേതം ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ഒരുക്കുന്നുണ്ട്.